അപ്പോൾ അത് നമ്മൾ ഒരു കരത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്. എന്തിനാന്ന് പറഞ്ഞേ? നമ്മൾ അരി ഇടാൻ പോകണ്ട, മന്തി വയ്ക്കാനായിട്ട്. മന്തിയാണ് വയ്ക്കുന്നത്. ഞാനപ്പം കൂടി മന്തി വയ്ക്കണം. അപ്പോൾ നമ്മൾ അരി ഇടാനായിട്ട് വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്കിത് അടുപ്പ് വെച്ചിട്ട് നമുക്ക് കത്തിയിടാം. എന്നിട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ചൂടാകുമ്പോൾ അതെ തിളക്കണ്ടേ? തിളയ്ക്കുമ്പോൾ അരി ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് കാണിക്കാട്ടോ. അതെ ഞാൻ ഇവിടെ ചിക്കൻ റെഡി ആക്കിയിട്ടുണ്ട്. എന്താ മന്തിക്കുള്ള ചിക്കനാണ്. ഇങ്ങനെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യും. അപ്പോൾ കാണിക്കാം. അപ്പോൾ അതൊക്കെ എടുക്കണം. നമുക്ക് ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളി ആദ്യം അടിച്ചൊന്ന് എടുക്കാട്ടാ. അതെ എന്നിട്ട് നമുക്ക് കാണിക്കാം ബാക്കിയുള്ളത്. ബാക്കിയുള്ളത് പിന്നെ അടിക്കല്ലേ? അപ്പം ഇഞ്ചി വെളുത്തുള്ളി ഇത് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാട്ടോ. നമുക്ക് ആദ്യം ഇതൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുക്കുന്നുണ്ട്. ഈ അടിച്ചെടുത്തിരിക്കും നമുക്ക് ഈ സവാള, തക്കാളി, പുതിനയില, മല്ലിയില ഒക്കെ കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ച് പേസ്റ്റൊക്കെ എടുക്കാട്ടോ. അതെ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടാ ഇന്നത്തെ വീഡിയോ. ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് മസാല സെറ്റാക്കാം കേട്ടോ. എന്നിട്ട് എനിക്ക് നമുക്ക് ഇത് വെച്ച് കൊടുക്കാം. അതെ പിന്നെ ഒഴിക്കാം കേട്ടോ. എന്താ ഹാഫ് എന്തുണ്ട്. അപ്പോൾ നമുക്ക് പകുതി വേവായതിനു ശേഷം നമ്മൾ ആക്കണ്ടേ. പകുതി വേവ് നമുക്കിനി കുക്കറിലിട്ട് വേവിക്കുമ്പോൾ ആക്കാം കേട്ടോ. അതെ ചോറ് ഇപ്പോൾ നമ്മൾ ഊറ്റിയെടുത്തിട്ടുണ്ട്. നമ്മളത് മാറ്റി വയ്ക്കും. എന്നിട്ട് നമുക്കിനി ചിക്കൻ സെറ്റാക്കാം കേട്ടോ. അതെ നമുക്ക് ആദ്യം കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. തുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിനി ചൂടാക്കി എടുക്കാം കേട്ടോ. നമുക്ക് ഇതൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. നമുക്ക് ചൂടാക്കി തന്നെ. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതേ നമ്മുടെ മസാല ഇട്ട് കൊടുത്ത് നമുക്ക് ഇതിന് സുന്ദര കുട്ടപ്പണക്കി മാറ്റാം. പുറത്തൊക്കെ ഇട്ട് കൊടുത്തു പൊടികളൊക്കെ. മസാലയൊക്കെ നമ്മൾ ആദ്യം ഇട്ട ഇതാക്കി പിന്നെ നമ്മൾ അരച്ച് വെച്ച മസാല നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. അതെ അത് നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. എൻ്റെ ഇടയിലേക്കൊക്കെ ഒന്ന് കയറ്റി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഇതാക്കാം കേട്ടോ. പുട്ട് കൊടുക്കണ്ടല്ലേ? അപ്പോൾ കുഴച്ച് വെച്ചതിൻ്റെ ശേഷം കാണിക്കാം കേട്ടോ. നമ്മുടെ ചിക്കൻ്റെ മുളകൊക്കെ പറ്റി മസാലയൊക്കെ പറ്റി സുന്ദര കുട്ടപ്പനയിട്ട് നമുക്ക് മാറ്റി വയ്ക്കണം കേട്ടോ. ഇത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ നോക്കാം. അല്ലെങ്കിൽ ഉണ്ടല്ലോ പുട്ട് കറി ഇടാൻ നമുക്ക് വെളിച്ചെണ്ണ വെച്ചെടുക്കാം. കുറച്ചധികം ഒഴിച്ചിട്ട് നമുക്ക് ചുറ്റിക്കാം. ഓക്കെ കുറച്ച് വേപ്പിലിട്ട് കൊടുക്കാം. വേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട്. വാടിയ വേപ്പിലിട്ട് അതിലേക്ക് നമ്മുടെ ചിക്കൻ അതിന് തീ കൂട്ടിയിട്ടില്ല. തീ കുറഞ്ഞിട്ട് വയ്ക്കാം. നമുക്ക് വളരെ ചിക്കൻ പീസായിട്ട് നമുക്ക് വെച്ചെടുക്കാം. തുന്നുണ്ടി വെളിച്ചെണ്ണ വെച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കഷ്ണം ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഓരോന്നിട്ട് കുറച്ചെണ്ണ കാണിക്കാം. ഇവിടെ വെളിച്ചെണ്ണ വെച്ചെടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ വെച്ചെടുക്കാം. ഇത് നമുക്കൊന്ന് ഒരു വിസിൽ കൊടുക്കാം. ഓക്കെ കുക്കറിൽ വിസിലടിക്കത്തെ വിസിലടിച്ചാൽ വിസിൽ വരുത്തണം. ഓക്കെ വെച്ചിട്ടുണ്ട്.
ഗ്യാസ് കൂട്ടിയിട്ട് കൊടുക്കണം. നമ്മുടെ ചിക്കൻ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്നത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ആദ്യം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി എനിക്കിത് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്ക് കാണിക്കാം കേട്ടോ. നമ്മൾ വറുത്തെടുക്കാം കേട്ടോ. ഓരോരോ പീസായിട്ട് എനിക്ക് പിന്നെ ഓരോന്നായിട്ട് വറുത്തെടുക്കാം. കാണിക്കാം. അതേ നമ്മൾ വറുത്തോണ്ടിരിക്കാൻ കേട്ടോ. പുറമെ നല്ല മഴയാണ്, ഇടി മഴയാണ്. കുറേ നാളായിട്ടാ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. നമ്മുടെ ചിക്കൻ കഴിഞ്ഞു പോകാണ്ടൊന്നും എടുക്കണം കേട്ടോ. അതൊന്നും ഉണ്ടാക്കാൻ നമുക്ക് കോരി ഇത് എവിടെ ഇരിക്കുന്നില്ല. അതെ നമ്മള് നമ്മള് ആ എരിച്ചിരി ഗ്രേവി ആ ബാക്കിയുള്ള വെള്ളമായിട്ട് ഒഴിച്ചു. പിന്നെ അതിലേക്ക് നമ്മൾ കരയാമ്പ് പട്ട സംഭവം ഇട്ടുട്ടാ. ശരിക്കും ഇങ്ങനെ നല്ല വയ്ക്കാം. നമ്മൾ നമ്മുടെ വെറൈറ്റി രീതിക്ക് വയ്ക്കാൻ കേട്ടോ. നമുക്ക് നമ്മുടെ പകുതി വേവായിട്ടുള്ള റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. തട്ടി കൊടുക്കാണ്. ഇട്ടോട്ടോ. അച്ഛനില്ല. ഹായ് ഹായ് കൊടുത്ത. കൊറേ നാളുകൾക്ക് ശേഷം കാണും. മക്കളെ പഠിക്കട്ടെ. നമ്മള് റൈസ് നമുക്ക് ബാക്കിയുള്ള റൈസ് ഇടാം. നമ്മൾ കുറച്ച് വേവായിട്ടുള്ളൂ. അപ്പം നമുക്ക് ബാക്കിയുള്ള റൈസിൻ്റെ കൂടെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. അതെ കേട്ടാ. മൂടി വെച്ച് കഴിക്കാം. അതേ നമ്മള് മന്തി സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു സ്മോക്കി എഫക്റ്റ് കൊടുക്കാനായിട്ട് നമ്മൾ അതെ ഇതാക്കാം കേട്ടോ. സെറ്റാക്കാണ്. നമ്മുടെ റൈസൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ചിക്കനും ചിക്കനൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മള് പുകയ്ക്കാനായിട്ടുള്ള സെറ്റപ്പ് ഉണ്ട്. അപ്പൊ അതേ നമ്മള് പുകയ്ക്കാനായിട്ട് വെച്ചിട്ടാ സ്മോക്കി എഫക്റ്റ് കൊടുക്കാനായിട്ട്. അതെ നമ്മള് എടുത്തുട്ടാ. ഇനിയിപ്പോൾ നമുക്ക് ഇനി നല്ല മണക്കെ എന്താ നല്ല മണം വന്നിട്ടുണ്ട് കേട്ടോ. മന്തിയുടെ കറക്റ്റ് മണം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് അടുത്തിട്ട് നമുക്ക് മയോണൈസ് ഒക്കെ സെറ്റ് ആക്കിയിട്ട് കാണിക്കാം. അപ്പൊ അതേ നമ്മള് മന്തിയൊക്കെ സെറ്റ് ആയിട്ടാ. അതെ നമുക്ക് വിളമ്പാം. നമ്മള് കറക്റ്റ് സൈബ് നല്ല തട്ടിക്കൂട്ട് മന്തിയാണ് കേട്ടോ. കഷ്ണം കൊണ്ട് കൂട്ടാ മതി. നല്ല മണം കേട്ടോ. ഓ എന്താ മണം. അതെ ഞാൻ വീഡിയോ എന്താ നല്ല അടിപൊളി റൈസാണ്. എല്ലാ ഇട്ടേൻ്റെ കാണിക്കാം. അത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. ഉണ്ട് സൂപ്പർ. കുറച്ച് മാനാണോ ചോദിക്കില്ല. അത് എല്ലാവരും അങ്ങനെ കഴിക്കണം. അല്ല എല്ലാവരും എല്ലാവരും മയോണൈസ്. അതെ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ഐറ്റമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.